ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിരാർച്ചന. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. മറ്റൊന്നുമല്ല, ഒരുപാട് കാലമായിട്ട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് CSEB എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ ഉള്ളത് സഹകരണ വകുപ്പിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ തസ്തികയിൽ നിന്നും വിരമിച്ച ശ്രീ ചന്ദ്രശേഖരൻ സാറാണ്. സാറിനെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. നമസ്കാരം സാർ. അപ്പോൾ ആദ്യം തന്നെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിനെ കുറിച്ച് സാർ ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ സഹകരണ പ്രസ്ഥാനം പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ അവിടുത്തെ ജീവനക്കാരുടെ നിയമന രീതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 2000 വരെ സംഘം ഭരണസമിതിക്കാർ നേരിട്ടായിരുന്നു അതിൽ നിയമനം നടത്തിയിരുന്നത്. 2001 സഹകരണ നിയമ ഭേദഗതിയിലൂടെയാണ് ഇതിലെ നിയമനം എല്ലാവർക്കും, അതായത് കുറച്ചുകൂടി സുതാര്യമാക്കി മാറ്റിയത്. അതായത് നമ്മുടെ യുവതലമുറയ്ക്കും ആക്സസ് ലഭിച്ചത് അങ്ങനെയാണ്. ഇപ്പോൾ ക്ലറിക്കൽ തസ്തിക മുതലുള്ള തസ്തികകളുടെ നിയമനം അത് പ്രാഥമിക ഘട്ടങ്ങളിൽ ക്രെഡിറ്റ് സംഘങ്ങളിൽ മാത്രമായിരുന്നു. അവിടുത്തെ ജൂനിയർ ക്ലർക്ക് തസ്തികയുടെ മുകളിലുള്ള നിയമനം CSEBക്ക് വിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് സബ് സ്റ്റാഫിൻ്റെ നിയമനം പിന്നെ ഭരണസമിതി നേരിട്ട് നടത്തും. അതിന് പ്രമോഷൻ കൊടുത്തിട്ടായിരുന്നു മുകളിലുള്ള തസ്തികകളിൽ നിയമനം നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹകരണ സ്ഥാപനങ്ങളിലെ നടത്തിപ്പിൽ ഒരുപാട് കാര്യക്ഷമത കുറവ് അനുഭവപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് തന്നെ അതിനൊരു ഭേദഗതി കൊണ്ടുവരികയും അങ്ങനെ 2000 നിയമ ഭേദഗതിയിലൂടെ 2001 എഫക്റ്റിലാണ് ഈ പിന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തിക മുതലുള്ള തസ്തികകളിൽ സർവീസ് പിന്നെ ജൂനിയർ ടെക് തസ്തികകളിൽ സർവീസ് എക്സാമിനേഷൻ ബോർഡ് രൂപവത്കരിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ ക്ലറിക്കൽ തസ്തികയിലേക്കുള്ള നിയമന നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഈ CSEB പരീക്ഷ നമ്മളെ PSC എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാറിന് എന്താ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്? അതായത് CSEB എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പിന്നെ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ PSC പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പം അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്നെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ നടപടിക്രമങ്ങളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് കോർപ്പറേഷനും അതുപോലെ HDCയും JDCയും ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷെ അവർക്ക് ഈ ഒരു പരീക്ഷയെക്കുറിച്ച് വലിയൊരു അവബോധം ഇല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ഒരു PSC പരീക്ഷയേക്കാൾ എത്രയും പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണോ ഈ CSEB എക്സാം? ഇതുവരെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തുടക്കത്തിൽ നമ്മൾ ഇതിൻ്റെ 2001 മുതലാണല്ലോ ഈ സർവീസ് എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. ആ പരീക്ഷാ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പൊതുവേ ഈസി ക്വസ്റ്റ്യങ്ങളും ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന്, അതായത് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടി എല്ലാ രംഗങ്ങളിലും ഉള്ള മാതിരി തന്നെ ഈ രംഗങ്ങളിലും കോമ്പറ്റീഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ഘടനയിലും അതുപോലെ തന്നെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈസിയർ എന്നുള്ളതിൽ നിന്ന് ടഫ് എന്നുള്ള രൂപത്തിലേക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുന്നത്തെ കമ്പയർ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ ലെവൽ കൂടി. അത് സ്വാഭാവികമായിട്ടും നമുക്കത് ടഫ് ആക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും PSC ക്വസ്റ്റ്യൻ, ഇപ്പോൾ UPSC ഒക്കെ നടത്തിയ ചോദ്യങ്ങൾ, PSC മാത്രമല്ല UPSC ഒക്കെ 3 ടയറായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ ലിസ്റ്റിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ പിന്നെ CSEB പിന്നെ റിക്രൂട്ട്മെൻറ്റ് പൊതുവെ അതിനേക്കാൾ എത്രയോ എളുപ്പമുള്ളതാണെന്ന് എനിക്ക് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോസസ്സ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിൽ കുട്ടികളുടെ അറിവ് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും കൂടി പരിഗണിക്കുന്നുള്ളതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മാർക്ക് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് സാറ് കുട്ടികളായിട്ട് വിശദീകരിക്കാൻ പറ്റും? അതായത് ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം, PSC എക്സാമിനേഷനും പിന്നെ CSEB എക്സാമിനേഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അത് തന്നെയാണ്. ഇവിടെ ഇൻ്റർവ്യൂ നടത്തുന്നത് സഹകരണ സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റാണ്.
അതിന് നിയമപരമായിട്ടൊരു പിൻബലം കൂടിയുണ്ട്. കാരണം അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ഓരോ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയാണ്. സ്വാഭാവികം അങ്ങനെ നടത്താൻ പറ്റുള്ളൂ. ഗവൺമെൻറ് എന്ന് പറയുക ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമനാധികാരി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ആ അധികാരം അതാത് വകുപ്പ് തലവന്മാർക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവരാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സഹകരണ സ്ഥാപനങ്ങളാണ്. ഈ സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്ഥാപനങ്ങളാണ്. അതൊരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ മൊത്തത്തിൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആണെങ്കിലും ഇൻഡിവിജ്വൽ സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് സഹകരണ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം മാർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു പക്ഷേ നമ്മൾ റിട്ടേൺ ടെസ്റ്റ് എക്സാം പരീക്ഷ എഴുതുന്ന അതേ ഇമ്പോർട്ടൻറ്റ് അത്രത്തോളം പ്രാധാന്യം ഇൻ്റർവ്യൂവിനുണ്ട്. അത് വളരെ പരീക്ഷയിൽ മാർക്കുള്ള ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ഇന്റർവ്യൂ വരണം എന്നുള്ളതാണ്. പക്ഷേ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ ബോർഡ് നടത്തുമ്പോൾ അതിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ സ്വാഭാവിക സംഘത്തിൻ്റെ താല്പര്യം പരിഗണിക്കുന്ന ഭരണസമിതി ആണെങ്കിൽ അങ്ങനെയുള്ളതിലൊന്നും വരാറില്ല സാധാരണഗതിയിൽ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പരീക്ഷ വിജയിച്ച് ഇൻ്റർവ്യൂ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു ഇൻ്റർവ്യൂ അതിൻ്റെ എല്ലാ അർത്ഥം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമ്പോൾ, അതായത് എക്സാമിനേഷൻ ബോർഡ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡ് ഭരണസമിതി നടത്തുന്ന ഇൻ്റർവ്യൂ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് ലെവലിൽ വരേണ്ടത് ഉദ്യോഗാർത്ഥിയുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. അത് നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരും എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ജൂനിയർ ക്ലർക്ക് ആയിട്ട് ഒരു ബാങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാവുന്ന ബെനിഫിറ്റുകൾ, ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ആ ലെവലിൽ പറയുമ്പം സഹകരണ സ്ഥാപനങ്ങളുടെ സ്കെയിൽ ഓഫ് പേ ഒക്കെ ഇപ്പം കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ അതിൻ്റെ മാസ്റ്റർ സ്കെയിൽ വന്ന് 7,680 രൂപ മുതൽ 91,900 രൂപ വരെയുള്ള ഒരു മാസ്റ്റർ സ്കെയിലാണ് സഹകരണ സ്ഥാപനങ്ങളിലുള്ളത്. അപ്പോൾ ഈ സഹകരണ സ്ഥാപനങ്ങളിൽ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ക്ലർക്ക് ഈ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ശമ്പള സ്കെയിലും കൂടി ഉള്ളത്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. ഇപ്പോൾ സൂപ്പർ ഗ്രേഡ് മുതൽ ക്ലാസ് 7th വരെയുള്ള സംഘങ്ങൾ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചുള്ള ശമ്പള സ്കെയിലുകളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡിലുള്ള ഒരു സെക്രട്ടറിയെ ഒരു സ്ഥാപനത്തിലെ ക്ലർക്കിനെ സംബന്ധിച്ചിടത്തോളം പതുക്കെ ഒരു 10,36,000 രൂപ ക്ലറിക്കൽ പോസ്റ്റിൽ വരുന്നുണ്ട്. ഗവൺമെൻറ് സർവീസിലുള്ളതിനേക്കാൾ ഗവൺമെന്റ് സർവീസിലെ ഒരു LD ക്ലർക്കിനേക്കാൾ കൂടുതൽ ശമ്പളം ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ സൂപ്പർ ഗ്രേഡിൽ വരുമ്പോണ്ട്. അപ്പോൾ നമ്മൾ ഈ സംഘം സെലക്ട് ചെയ്യണം. ഇതിൻ്റെ പ്രൊസീജിയറിൽ അങ്ങനെ മാറ്റമുണ്ട്. നമ്മൾ സംഘം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനം സെലക്ട് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ അപേക്ഷിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജൂനിയർ ക്ലർക്കിന്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ സംഘത്തിന്റെ അതിന്റെ സ്കെയിൽ ഓഫ് പേ ഒക്കെ നോക്കി അറിയാം, സംഘത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഗ്രേഡ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളെ കൂടുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ വേറൊരു വശം കൂടിയുണ്ട്. ഈ നിങ്ങളുടെ താമസവും മറ്റു കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഗ്രേഡ് ബാങ്കുകളാണെങ്കിൽ പോലും ഈ ജീവനക്കാർക്ക് ഈ സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണിത്. കാരണം അവരുടെ വർക്ക് തന്നെയാണ്. ഭരണസമിതി എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. പക്ഷേ ഇവർക്ക് അവരുടേതായ നല്ല കാലിബറായ ജീവനക്കാർക്ക് ഈ സഹകരണ സ്ഥാപനങ്ങളുടെ വർക്ക് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉയർത്തുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും കഴിയും എന്നുള്ള ഒരു അനുകൂല ഘടകം കൂടി ഈ ജീവനക്കാരുടെ ഇതിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനെ അപേക്ഷിച്ച് അവർക്ക് ഈ സംഘത്തിന്റെ അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉയരാനുള്ള ഒരു അവസരം രണ്ടും കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം സാറ് പറഞ്ഞു LD ക്ലർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജൂനിയർ ക്ലർക്കിന്റെ സാധ്യതകളൊക്കെ പറഞ്ഞു. ഇപ്പൊ DA പോലുള്ള മറ്റു ആനുകൂല്യങ്ങളൊക്കെ എങ്ങനെയാണ്? സഹകരണ സെക്ടറുകളുടെ ആദ്യം ഇൻഡിവിജ്വൽ രജിസ്ട്രാർ ആയിരുന്നു DA പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് രജിസ്ട്രാർ സഹകരണ സ്ഥാപനങ്ങളുടെ ജീവനക്കാരുടെ ക്ഷാമബത്ത കാര്യങ്ങൾ ഉത്തരവിറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ അതിപ്പോൾ എന്ന് വെച്ചാൽ ഗവൺമെൻറ് നയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എന്നിരുന്നാലും റെമ്യൂണറേഷനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ പൊതുവെ ജോലി സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒരു മേഖലയിലും ഇല്ല. അതാണ് ഏറ്റവും വലിയ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ജോലി സുരക്ഷിതത്വം ഉണ്ടോ? പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള
ജനങ്ങളുടെ മലയാളിയുടെ ജീവിതത്തിൽ അഭേദ്യമായ ബന്ധ സഹകരണ സ്ഥാപനങ്ങൾക്കുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇത് ഇൻഡിവിജ്വലാണ്. ഓരോ ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരും, പക്ഷെ അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇപ്പം നാഷണലൈസ് ബാങ്ക് സെക്ടറുകളുണ്ട്, പ്രൈവറ്റ് ബാങ്ക് സെക്ടറുകളിലൊക്കെ നമ്മൾ ദിവസസമ്മതി എടുക്കുന്നതാണ്, കോടികളുടെ തട്ടിപ്പ്. എന്നിട്ടും അവിടെ പ്രൈവറ്റ് സെക്ടറുകളില്ലേ? അതേമാതിരിയുള്ള ചില അതിപ്പോൾ നമ്മൾ വിഭിന്ന മനുഷ്യരാണ് വിഭിന്ന സ്ഥാപനങ്ങളിൽ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളെ സഹകരണ പ്രസ്ഥാനത്തെ ബാധിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പുള്ള ഒരു മാതൃഭൂമി റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം, സഹകരണ നിക്ഷേപം ഏതാണ്ട് 2-2.5 ലക്ഷം കോടി രൂപയിലേക്ക് 25,000 കോടി രൂപയുടെ വർധനമാണ്. എന്തുകൊണ്ട് ജനങ്ങളതിനെ അത്രമാത്രം ആ വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസത്തിന് ഇപ്പോഴും കോട്ടം തട്ടിയിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതിനെ പ്രതിരോധിക്കാൻ ഈ ജീവനക്കാരുടെ കൂടിയും ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ജീവനക്കാർക്ക് അത് വലിയൊരു റോളുണ്ട്. ഒരു സ്ഥാപനത്തെ മറ്റുള്ള ഇപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് മാതിരിയല്ല. ജീവനക്കാർക്ക് ഒരു സ്ഥാപനത്തെ നശിപ്പിക്കാനും ഡെവലപ്പ് ചെയ്യാനും അനവധി സാഹചര്യങ്ങളുള്ള ഒരു ജോലി ഇടമാണ് സഹകരണ സ്ഥാപനങ്ങൾ എന്ന് എനിക്ക് പറയാം. കേരളത്തിലെ സഹകരണ മേഖലയുടെ ഒരു ഇന്നത്തെ അവസ്ഥ, ഇപ്പോൾ കേരള ബാങ്ക് ഒക്കെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാ സാർ നോക്കി കാണുന്നത്? അതായത് കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും ആരോഗ്യ, വിദ്യാഭ്യാസ, ധനകാര്യ ഇതിലൊക്കെ വളരെ വലിയ ഇമ്പ്രൂവ്മെൻ്റാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇതുവരെ സഹകരണത്തിൻ്റെ ഒരു പ്രത്യേക വകുപ്പിന് ഉണ്ടായിരുന്നില്ല. മനസ്സിലാക്കണം. അത് കഴിഞ്ഞ അതിൽ ഒരു സഹകരണ വകുപ്പ് ഉണ്ടാക്കുകയും അതിനൊരു പ്രത്യേക മന്ത്രി തന്നെ ഉണ്ടാക്കുകയും ചെയ്തത് ഇതിൻ്റെ സാധ്യതകൾ കണ്ടു തന്നെയാണ്. അതിന് പ്രധാനമായിട്ടും അവർ പഠന വിഷയമാക്കിയത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഗതിയും അതിൻ്റെ പ്രവർത്തനങ്ങളും തന്നെയാണ്. ഇപ്പോഴും നമ്മളതിൽ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം നമുക്ക് ആരോഗ്യ രംഗത്തുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്, കൺസ്ട്രക്ഷൻ രംഗത്ത് നിന്നൊക്കെ നമ്മുടെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥാപനം നമുക്ക്. പക്ഷെ അതിൻ്റെ പിന്തുടർന്ന് കൂടുതൽ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കാം. അപ്പോൾ അതിന് താല്പര്യരായ ആൾക്കാർ വരുന്നില്ലാത്തതുകൊണ്ടാണ്. അതേമാതിരി തൽപരരായ അത് അവർ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണത്. വെറും റെമ്യൂണറേഷൻ്റെ ഭാഗമായിട്ടുള്ള അവരിപ്പോൾ ഇന്ന് സൈബർ പാർക്ക് വരെ അവർക്കുണ്ട് ഒരാളെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങൾ ഇപ്പോഴും ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള നിരവധി സാഹചര്യങ്ങളുള്ളൊരു മേഖലയാണത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈ മേഖലയിലേക്ക് കയറി വരാം എന്നുള്ളത് തന്നെയാണ്. കാരണം മലയാളിയുടെ ജീവിതം ഇപ്പം ഇന്ന് നമുക്കറിയാം, വായ്പ കിട്ടണമെങ്കിലൊക്കെ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് സ്വത്ത് മാത്രം പോരാ, നമ്മളെ സിബിൽ സ്കോർ, നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ നമ്മൾ പ്രാദേശികമായ അറിവും നമ്മുടെ പ്രാദേശികമായ കാഴ്ചപ്പാടുമാണ് ഇവിടെ മെയിൻ. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ മഞ്ചേരിയിൽ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊല്ലംകാരനായിരിക്കാം, പക്ഷെ ആ കൊല്ലംകാരൻ മഞ്ചേരിയെക്കുറിച്ച് കൂടുതൽ അറിയണം. അത് പ്രാദേശികമായിട്ട് ലോക്കലായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹകരണ സ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ ആ ജീവനക്കാരന് അനന്ത സാധ്യതകളുള്ള ഒരു ഇടമാണ് സഹകരണ സ്ഥാപനങ്ങളിലെ ജോലി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ CSEB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നമ്മളുടെ ഉദ്യോഗാർത്ഥികളോട് സാറിന് എന്താ പറയാനുള്ളത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ CSEB എക്സാമിനേഷൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം അപ്ലിക്കൻസ് ഇപ്പം എൻ്റെ അഭിപ്രായം ഏത് എക്സാമിനേഷൻ കാൾഫോർ ചെയ്താലും 19,000 ആൾക്കാരോളം നമ്മളിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ്റെ ഘടനയിൽ അതിൻ്റെ രീതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഇനി പ്രതീക്ഷിക്കാനേ പറ്റില്ല. അത് അപ്പോൾ അറിവുണ്ടായിട്ട് കാര്യമില്ല, അത് ശാസ്ത്രീയമായിട്ടുള്ള അറിവ്, അപ്ലൈ ചെയ്യാനുള്ള കഴിവും കൂടി നമ്മൾ ആർജിച്ചെടുക്കണം. അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് കഠിനമായ അധ്വാനം ചെയ്താൽ മാത്രമേ ഇനിയുള്ളതിൽ കയറി പറ്റാൻ പറ്റുള്ളൂ. അതിന് അതിൻ്റേതായ മാർഗങ്ങൾ ഉണ്ട്. ഇപ്പോൾ IAS വരെ എന്തുണ്ട്, IAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരെ കോച്ചിങ് സെൻറ്ററുകളിലൂടെയാണ് ഓരോരുത്തരും കയറി വരുന്നത്. അപ്പോൾ കോച്ചിങ് സെൻറ്ററുകളിലുള്ള ശാസ്ത്രീയമായ പഠനം ഇതിൽ കയറി പറ്റാൻ അനിവാര്യമാണ്. വെറും വായനയോ വെറും അറിവോ അല്ല. ഇപ്പോൾ ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു അറിവ് ആർജിക്കൽ നിർബന്ധമാണ്, അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല.
അപ്പോൾ സാറ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുമാണ്. കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരുപാട് സ്റ്റുഡൻസ്. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറേഷൻ പണ്ട് ഞങ്ങളൊക്കെ എഴുതിയപ്പോൾ ഞാൻ 88-ലാണ് ഈ ജൂനിയർ ക്ലർക്ക്, ഞാനിത് അനൗദ്യോഗികമായിട്ട് പറയുകയാണ്, എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് 94-ലാണ്, 6 വർഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പം അതല്ല, ഇപ്പം CSCB ഒക്കെ നടത്തുന്നത് 3 മാസത്തിൻ്റെ ഉള്ളിൽ പരീക്ഷ നടത്തണം. അപ്പോൾ എങ്ങനെയായാലും 1 വർഷത്തിനുള്ളിൽ അപ്പോയിൻറ്റിങ് പ്രോസസ്സ് പൂർത്തിയായിരിക്കും. അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ട വലിയൊരു വിഷയം. ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട്, ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ മറ്റേതൊരു റാങ്ക് ലിസ്റ്റ് വന്ന ഉദ്യോഗാർത്ഥി ഒരുപാട്. ഞാൻ പറഞ്ഞ 6-ാമത്തെ വർഷം എനിക്ക് കിട്ടിയത്, ഞാൻ അപ്ലൈ ചെയ്തിട്ട് 6-ാമത്തെ വർഷമാണ് ഞാൻ. അതന്നെ വലിയൊരു കാലം. 6 വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും. അപ്പോൾ അടുത്ത ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ അതിന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ബാച്ചസ് ഒക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ല നിങ്ങൾക്ക് ഈ ഒരു മാറുന്ന പരീക്ഷാ രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച ചന്ദ്രശേഖർ സാറിന് CCയുടെ എല്ലാ നന്ദിയും. താങ്ക് യു സാർ.